നമസ്കാരം. മാർച്ച് 29 മുതൽ ഇവിടെ പറയുന്ന ചില നക്ഷത്ര ജാതകർക്ക് നല്ല സമയം തെളിയുന്ന കാലഘട്ടമാണ്. ഇവരുടെ സകല കടബാധ്യതയും ഒഴിഞ്ഞ് എല്ലാവിധമായ സാമ്പത്തിക നേട്ടത്തിലേക്കും എത്തിച്ചേരുന്ന സമയമാണ്. കഷ്ടകാലം മാറി നല്ല സമയം ആരംഭമാണ്. ഇവിടെ പറയുന്ന 12 നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ കൈവരിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങൾ കൈവരിക്കുന്നത്. ഇവർക്ക് പണം കൈ നിറയെ വന്നു ചേരുന്നൊരു സമയമാണ്. വീട് വെക്കും, കാറ് വാങ്ങും, വസ്തു വാങ്ങും, എല്ലാവിധമായ ഉയർച്ചയോടുകൂടിയുള്ള ജീവിത സാഹചര്യങ്ങൾ ഈ നക്ഷത്ര ജാതകർക്ക് കൈവരിക്കുവാനുമുള്ള ഭാഗ്യയോഗങ്ങൾ നിലവിൽ കാണപ്പെടുന്നുണ്ട്. വളരെയേറെ ഉയർച്ചകൾ ഈ ജീവിതത്തിൽ ഈ നക്ഷത്ര ജാതകർക്ക് 2025 മാർച്ച് 29 കഴിയുന്നതോടുകൂടി തന്നെ ജീവിതത്തിൽ വന്നു ചേരുവാനുമുള്ള ഭാഗ്യയോഗങ്ങളാണ് കാണപ്പെടുന്നത്. ഇത് തന്നെയും ആ ഭാഗ്യ നക്ഷത്ര ജാതകർ ആരൊക്കെയെന്നതിനെക്കുറിച്ച് നോക്കുന്നതിന് മുമ്പായി തന്നെ കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധ്യത മാറുന്നതിനും കുടുംബൈശ്വര്യത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തുന്നതിനായി താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റായി രേഖപ്പെടുത്തുക. തികച്ചും സൗജന്യകരമായിട്ടാണ് നമ്മൾ ഈ ഒരു പൂജ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിനോ സുഹൃത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റായി രേഖപ്പെടുത്തുക. ഏത് ദിവസമാണ് നിങ്ങളെ പൂജയിൽ ഉൾപ്പെടുത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജിലൂടെ അറിയിപ്പിക്കുന്നതാണ്. അന്നേ ദിവസം നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ളൊരു ക്ഷേത്രത്തിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിച്ച്, ഇപ്പം ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്ത വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഒരു വിളക്ക് തെളിയിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഉറപ്പായും നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഈ പൂജ കൊണ്ട് നിറവേറിക്കിട്ടതായിരിക്കും. എന്ത് തന്നെയായാലും ഒരുപാട് ആൾക്കാരുടെ ജീവിതത്തിൽ ഒത്തിരി ധനാഭിവൃദ്ധിയും ഐശ്വര്യവും ജീവിതത്തിൽ കാര്യവിജയങ്ങളും ഉണ്ടായെന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. എന്തു തന്നെയായാലും 2025 മാർച്ച് 29 കഴിയുന്നതോടുകൂടി തന്നെ സമയം തെളിയുന്ന ആ ഭാഗ്യ നക്ഷത്ര ജാതകരിൽ ഒന്നാമതായിട്ടുള്ള നക്ഷത്ര ജാതകർ അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്ര ജാതകരാണ്. ഈ നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ വളരെയേറെ വിജയവും ഉയർച്ചകളും ഉണ്ടാകുന്ന സമയമാണ്. ഇവരുടെ കഷ്ടകാലം പൂർണ്ണമായും അവസാനിച്ചു. ഇനി അങ്ങോട്ട് സാമ്പത്തിക അഭിവൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ജീവിത വിജയത്തിൻ്റെയും സമയമാണ്. നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സകല സങ്കടങ്ങളും നിങ്ങൾക്ക് മാറിക്കിട്ടുന്നൊരു സമയമാണ്. ഉറപ്പായും നിങ്ങൾ കുടുംബസമേതം ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുക. നിങ്ങളുടെ ജീവിതത്തിൽ വളരെയേറെ മാറ്റവും നേട്ടങ്ങളും ഈശ്വരൻ്റെ ചൈതന്യം ജീവിതത്തിൽ വന്നു ചേരുന്നതോടുകൂടി തന്നെ ഉണ്ടാവുന്നതായിരിക്കും. അതുപോലെ തന്നെ കുടുംബക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത്ത് പ്രാർത്ഥിക്കുക. കുടുംബദേവീ ദേവന്മാർക്ക് പ്രീതികരമായിട്ടുള്ള വഴിപാടുകളും പൂജകളും നടത്തുക. ഉറപ്പായും കുടുംബ ഐശ്വര്യങ്ങളും കുടുംബ ചൈതന്യങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ കൈവരിക്കുവാനുമുള്ള ഭാഗ്യയോഗങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. ജീവിതത്തിലെ പൂർണ്ണ പരാജയവും മാറി നിങ്ങൾക്ക് നല്ല വിജയങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. മക്കൾക്ക് നല്ല തൊഴിലവസരങ്ങൾ ജീവിതത്തിൽ തേടി വരുവാനുള്ള ഭാഗ്യയോഗങ്ങൾ കാണപ്പെടുന്നുണ്ട്. എന്തു തന്നെയായാലും നിങ്ങളുടെ ജീവിതം ഇനി അങ്ങോട്ട് സാമ്പത്തിക അഭിവൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ജീവിത വിജയത്തിൻ്റെയും സമയമാണ് നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നത്. എല്ലാവിധമായ സൗഭാഗ്യവും കാര്യവിജയങ്ങളും ഈ നക്ഷത്ര ജാതകർക്ക് കൈവരിക്കുവാനുമുള്ള ഭാഗ്യയോഗങ്ങൾ കാണപ്പെടുന്ന സമയമാണ്. എല്ലാവിധമായ സൗഭാഗ്യവും ജീവിത വിജയങ്ങളും ഈ നക്ഷത്ര ജാതകർക്ക് കൈവരിക്കുവാനുള്ള ഭാഗ്യങ്ങൾ കാണപ്പെടുന്നത്. അതുപോലെ തന്നെ അടുത്തത് രോഹിണി, മകീരം, തിരുവാതിര, പുണർദം നക്ഷത്ര ജാതകരാണ്. വളരെയേറെ ഭാഗ്യസമ്പന്നമായിട്ടുള്ള നക്ഷത്ര ജാതകരാണ് ഇവർ. ഇവർക്ക് ഇനി അങ്ങോട്ടുള്ള സമയങ്ങളിൽ വളരെ മികച്ച അവസരങ്ങൾ കൈവരുന്ന സമയമാണ്. തൊഴിൽ മേഖലകളിൽ ഉയർച്ച ഉണ്ടാകുന്നതായിരിക്കും. ഒരു വീട് വെക്കണം അല്ലെങ്കിൽ പുതിയൊരു വീട് വാങ്ങണമെന്ന ആഗ്രഹങ്ങളൊക്കെ ഉള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ഉറപ്പായും ഈ ഒരു മാസം നിങ്ങളുടെ ജീവിതത്തിൽ അതിനുള്ള കാര്യങ്ങൾ നിങ്ങൾ തുടങ്ങി വെക്കുന്നതായിരിക്കും. എല്ലാവിധമായ വിജയങ്ങളും ഉയർച്ചകളും നിങ്ങൾക്ക് കൈവരിക്കുവാനുമുള്ള ഭാഗ്യയോഗങ്ങൾ ഈശ്വരൻ നിങ്ങൾക്ക് കൊണ്ടുവരുന്ന സാഹചര്യങ്ങളൊക്കെ നിലവിൽ കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഭാഗ്യദേവതയുടെ അനുഗ്രഹങ്ങൾ രോഹിണി, മകീരം, തിരുവാതിര, പുണർദം നക്ഷത്ര ജാതകർക്ക് കൈവരിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങൾ കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉറപ്പായും ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക. നിങ്ങളുടെ ജീവിതത്തിലെ ഈ അനുകൂലമായ സമയത്തെ നിങ്ങൾ വേണ്ട വിധം പ്രയോജനപ്പെടുത്തി നിങ്ങൾ മുമ്പോട്ട് പോകുക. നിങ്ങൾക്ക് ഒട്ടനവധി നേട്ടവും ഒട്ടനവധി മാറ്റങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ കൈവരിക്കുവാനുമുള്ള ഭാഗ്യയോഗങ്ങൾ അതുകൊണ്ടുണ്ടാവുന്നതായിരിക്കും. ഉറപ്പായും ജീവിതത്തിൽ വലിയ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ നിങ്ങൾക്ക് ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും. ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം മാറി നിങ്ങൾക്ക് നല്ലൊരു ജീവിത വിജയങ്ങൾ കൈവരിക്കുവാൻ ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ട് കഴിയുന്നതായിരിക്കും. ഉറപ്പായും ഈശ്വരൻ നിങ്ങളെ കൈപിടിച്ച് ഉയർത്തുക തന്നെ ചെയ്യുന്നതായിരിക്കും. സാമ്പത്തികപരമായിട്ട് ഒത്തിരി നേട്ടവും ഒത്തിരി വിജയങ്ങൾ നിങ്ങൾക്ക് ഈ സമയം
കൈവരിക്കുവാനുമുള്ള ഭാഗ്യയോഗങ്ങൾ ഈശ്വരൻ നിങ്ങൾക്ക് കൊണ്ടുവരുന്നതായിരിക്കും. അതുപോലെ തന്നെ അടുത്ത് അവിട്ടം, ചതയം, പൂരുട്ട നക്ഷത്ര ജാതകരാണ്. ജീവിതത്തിൽ വളരെയധികം മാറ്റവും നേട്ടങ്ങളും വരുന്ന മാർച്ച് 29 കഴിയുന്നതോടുകൂടി തന്നെ ഈ നക്ഷത്ര ജാതകർക്ക് കൈവരുന്നതായിരിക്കും. ഇവരുടെ സമയം തെളിയുന്നു. അതായത് നിങ്ങളുടെ സകല കഷ്ടകാലങ്ങളും അവസാനിച്ച് ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് നല്ല സമയം ജീവിതത്തിൽ തെളിയുന്നു. സാമ്പത്തികപരമായിട്ടുള്ള വളരെയേറെ ഉന്നതിയും ഉയർച്ചയും കാര്യവിജയങ്ങളും നിങ്ങൾക്ക് പ്രതീക്ഷിക്കുവാൻ കഴിയുന്ന സമയമാണ്. ഈ സമയങ്ങളിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലോട്ടുള്ള ഒത്തിരി സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനുള്ള സാധ്യതകളും സാഹചര്യങ്ങളും നിറയെയാണ്. അതുപോലെ തന്നെ വ്യാപാര രംഗങ്ങളിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങളും സങ്കടങ്ങളും പ്രതിസന്ധികളും നിങ്ങൾക്ക് അകലുന്നതായിരിക്കും. എല്ലാവിധമായ ജീവിത വിജയങ്ങളും ഐശ്വര്യവും നിങ്ങൾക്ക് കൈവരിക്കുവാനുമുള്ള ഭാഗ്യയോഗങ്ങൾ ഈ സമയം നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ഉറപ്പായും ഒത്തിരി ധനാഭിവൃദ്ധികളും ധനൈശ്വര്യങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ കൈവരിക്കുവാനുമുള്ള ഭാഗ്യയോഗങ്ങൾ ഈ സമയം കാണപ്പെടുന്നു. എല്ലാവിധമായ വിജയങ്ങളും നിങ്ങൾക്ക് ഈ സമയം ഉണ്ടാകുന്നതായിരിക്കും. സമ്പത്തിന് യാതൊരുവിധമായ ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളോ ഒരിക്കലും ഈ നക്ഷത്ര ജാതകർക്ക് ഉണ്ടാവുകയില്ല. നിങ്ങൾക്ക് സമ്പൽ സമൃദ്ധമായിട്ടുള്ള സാമ്പത്തിക ഉയർച്ചയും ജീവിത വിജയങ്ങളുമാണ് ഇനിയുള്ളത്. പ്രവർത്തന മേഖലകളിൽ എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നതായിരിക്കും. ഉറപ്പായും നിങ്ങൾ കുടുംബസമേതം ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുക. അതുപോലെ തന്നെ തിങ്കളാഴ്ച ദിവസങ്ങളിൽ ശിവക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിക്കുക. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ എന്ന മന്ത്രങ്ങളൊക്കെ 108 തവണ ജപിക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും വലിയ നേട്ടങ്ങളും കൊണ്ടുവരുവാൻ സഹായിക്കുന്നതായിരിക്കും. ജീവിതത്തിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഈ സമയം നിങ്ങൾ വേണ്ട വിധം പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ ഉറപ്പായും ഒത്തിരി നേട്ടങ്ങളും ഒത്തിരി വിജയങ്ങളുമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അടുത്ത ഉത്രട്ടാതി രേവതി നക്ഷത്ര ജാതകരാണ്. മാർച്ച് 29 കഴിയുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങളാണ് ഉണ്ടാകുന്നത്. സമ്പത്ത് കുതിച്ചുയരുന്ന സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്നതായിരിക്കും. സാമ്പത്തികപരമായിട്ടുള്ള സകല ദുരിതവും അവസാനിച്ചു. ഇനി അങ്ങോട്ട് നേട്ടത്തിൻ്റെയും ഉയർച്ചയുടെയും സമയമാണ് നിങ്ങൾക്ക്. ഉത്രട്ടാതി രേവതി നക്ഷത്ര ജാതകരായിട്ടുള്ള വ്യക്തികൾ നിങ്ങളുടെ കുടുംബത്തുണ്ടെങ്കിൽ ആ കുടുംബത്ത് സർവൈശ്വര്യങ്ങളും കുടുംബൈശ്വര്യങ്ങളും കുടുംബചൈതന്യങ്ങളും വന്നു ചേരുന്ന സാഹചര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് നിലവിൽ കാണുന്നത്. എല്ലാവിധമായ സാമ്പത്തിക അഭിവൃദ്ധിയിലും സാമ്പത്തിക ഐശ്വര്യത്തിലും നിങ്ങൾക്ക് ജീവിച്ചു വാഴുവാനുള്ള ഭാഗ്യയോഗങ്ങൾ കാണപ്പെടുന്ന സമയമാണ്. ഉറപ്പായും 2025 മാർച്ച് 29 മുതൽ ഇവിടെ പറഞ്ഞ ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ളൊരു സമയമാണ്. സകല കഷ്ടകാലങ്ങൾ മാറി നിങ്ങൾക്ക് പണം വന്നു ചേരുന്ന സാഹചര്യങ്ങൾ നിലവിൽ കാണപ്പെടുന്നുണ്ട്. ദുഃഖങ്ങളും ദുരിതങ്ങളെല്ലാം അവസാനിച്ച് സാമ്പത്തിക അഭിവൃദ്ധിയുടെയും കുടുംബൈശ്വര്യത്തിൻ്റെയും സമയമാണ് നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്നത്. ഈശ്വരൻ നിങ്ങൾ ഉറപ്പായും കൈപിടിച്ചു കൊടുത്തത് തന്നെ ചെയ്യുന്നതായിരിക്കും. ഇവിടെ പറഞ്ഞിട്ടുള്ള 12 നക്ഷത്ര ജാതകരും ഉറപ്പായും ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുക. കുടുംബസമേതം കുടുംബക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിക്കുക. കുടുംബദേവീ ദേവന്മാർക്ക് പ്രീതികരമായിട്ടുള്ള പൂജകളും വഴിപാടുകളൊക്കെ നിങ്ങൾ നടത്തുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പുതിയൊരു തുടക്കം തരുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ടുള്ള ഐശ്വര്യങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവരുന്നതായിരിക്കും. എല്ലാവിധമായ ദുഃഖങ്ങളിൽ നിന്നും കരകയറുവാൻ നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും. ഈശ്വരാനുഗ്രഹത്താൽ വലിയ നേട്ടങ്ങൾ നിങ്ങളെ തേടി വരിക തന്നെ ചെയ്യുന്നതായിരിക്കും.